പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ഒപ്പമായിരുന്ന 24 ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് ക്രിസ്മസ് ദിനമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സന്തോഷമുള്ള ദിവസങ്ങളാണ് നമ്മൾ കൊടുത്തത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ പല സന്ദേശങ്ങളും ലോകം പല ഇടങ്ങളിലും നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ കൂടുതൽ സന്ദേശങ്ങളും മനുഷ്യരോട് അമ്മ ആവശ്യപ്പെടുന്നത് മാനസാന്തരപ്പെടുവാനൊക്കെയാണ്. പല സ്ഥലങ്ങളിലും അമ്മയുടെ കണ്ണുകളിൽ നിന്നും രക്തമൊക്കെ ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, അമ്മയ്ക്ക് നമ്മളെക്കുറിച്ച് വലിയ ദുഃഖമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നാൽ ഈ 24 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സന്തോഷം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഈശോയെ പോലെ ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അത് നമുക്ക് തീർച്ചയായും ഒരു അനുഗ്രഹമായി മാറും. നമ്മൾ മറ്റൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈശോയായി മാറാൻ, അമ്മയുടെ പ്രിയപ്പെട്ട മകനായി, പ്രിയപ്പെട്ട മകളായി മാറാൻ, ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി, സ്നേഹിക്കാനുള്ള കൃപയ്ക്കായി അമ്മയെ പ്രാർത്ഥിക്കണം. ഇതൊക്കെയായിരുന്നു അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും പരിശുദ്ധ അമ്മ വലിയ സന്തോഷം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. അത്രയെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കും. ഈ നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവേ, സുഗന്ധവാഹിനി മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഈ കഴിഞ്ഞ 24 ദിവസങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കൊരു മാറ്റം ആഗ്രഹിച്ചു. ദൈവം നല്ല ബോധ്യങ്ങൾ നമുക്ക് നൽകി. ഒരു മാറ്റം നമുക്ക് ആവശ്യമാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് നൽകി. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, ഈ 24 ദിവസങ്ങൾ അങ്ങയോട് ആത്മാർത്ഥമായി ആ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇതാ, നമ്മള് എന്താണ് പ്രാർത്ഥിച്ചത്? നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു ബർത്ത്ഡേ സമ്മാനം കൊടുക്കണം. അനേകം ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്മസിന്റെ പ്രത്യേകത എന്താണ്? ഒരു വലിയ സമ്മാനം ഉണ്ണീശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 24 ദിവസം ഒരുങ്ങുന്ന ദിവസങ്ങളായിരുന്നു. ഉണ്ണീശോയ്ക്ക് സമ്മാനം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള വലിയ ഒരു സന്തോഷം, അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മ ഉണ്ടെന്നുള്ള വലിയ സന്തോഷം, അങ്ങനെയൊക്കെ നമ്മൾ ഒരുങ്ങിയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയോട്. ഉണ്ണീശോ, നമുക്കറിയാം, നമ്മൾ ദിവ്യകാന്യം സ്വീകരിക്കുമ്പോൾ ഈശോയെയാണ് സ്വീകരിക്കുന്നത്, ഉണ്ണീശോയെയാണ് സ്വീകരിക്കുന്നത്. ആ ദിവ്യകാരുണ്യമായ ഉണ്ണീശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക്
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ 24 ദിവസങ്ങളായിരുന്നു. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കാൻ സാധിച്ച 24 ദിവസങ്ങളായിരുന്നു. അത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയേറെയാണ്, അതിന് കണക്കില്ല. നമ്മൾ നിയോഗമൊക്കെ വെച്ചതാണ്, പക്ഷേ അറിയാം, 1, 2, 3, 4 നിയോഗമൊന്നുമല്ല, അനേകം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ 24 ദിവസം നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എൻ യേശുവേ, നിൻ സാന്നിധ്യം എന്നിൽ നിറയ്ക്കണേ എൻ നാഥനേ. നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എൻ യേശുവേ, നിൻ സാന്നിധ്യം എന്നിൽ നിറയ്ക്കണേ എൻ നാഥനേ. ദിവ്യകാരുണ്യമാ എന്നിൽ വന്ന് നിൻ സ്നേഹമെന്നിൽ നിറയണേ. ദിവ്യകാരുണ്യമാ എന്നിൽ വന്ന് നിൻ സ്നേഹമെന്നിൽ നിറയണേ. ദിവ്യകാരുണ്യമാ എന്നിൽ വന്ന് നിൻ സ്നേഹമെന്നിൽ നിറയണേ. കാൽവരി മലയിൽ ചിന്തിയ തിരുച്ചോര എന്നിൽ നിറയുമ്പോൾ ഞാൻ മാറും. കാൽവരി മലയിൽ ചിന്തിയ തിരുച്ചോര എന്നിൽ നിറയുമ്പോൾ ഞാൻ മാറും. കാൽവരി മലയിൽ ചിന്തിയ തിരുച്ചോര എന്നിൽ നിറയുമ്പോൾ കാൽവരി മലയിൽ ചിന്തിയ തിരുച്ചോര നിറയുമ്പോൾ ഞാൻ മാറും. കാൽവരി മലയിൽ ചിന്തിയ തിരുച്ചോര നിറയുമ്പോൾ ഞാൻ മാറും. യേശുവേ, വലിയ മാറ്റത്തിലേക്ക്, വലിയൊരു മാറ്റം നമ്മളിലേക്ക് സംഭവിക്കുകയാണ്. ദിവ്യകാരുണ്യമായ യേശുനാഥൻ കടന്നു വരുമ്പോൾ വലിയൊരു മാറ്റത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. നമ്മൾ ആഗ്രഹിക്കുന്ന ആ മാറ്റം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആ മാറ്റം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് മാറ്റം സംഭവിക്കും. പ്രത്യേകമായി ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ യേശുവിനോട് പറയും, യേശുവേ അങ്ങ് വളരണം, ഞാൻ കുറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മക്കളായി നമ്മൾ മാറുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എൻ യേശുവേ, നിൻ സാന്നിധ്യം എന്നിൽ മറയ്ക്കണേ എൻ നാഥനേ, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എൻ യേശുവേ, നിൻ സാന്നിധ്യം എന്നിൽ നിറയ്ക്കണേ എൻ നാഥനേ, ഹല്ലേലൂയ, എൻ നാഥനേ, ഹല്ലേലൂയ, 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 എൻ ഹല്ലേലൂയ. നാഥനേ, എൻ നാഥനേ. നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. നമ്മളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം തിരുവചനം, ദൈവം ആ രക്ഷകന്റെ അമ്മയാകാൻ സ്ത്രീയെ തെരഞ്ഞെടുത്തു. ആ സ്ത്രീയുടെ അടുത്തേക്കാണ് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നത്. ദൂതൻ വന്ന് ദൈവത്തിൻ്റെ സന്ദേശം ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അപ്പം തന്നെ തീരുമാനിച്ചു. ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് ആ സ്ത്രീ. താൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്നതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ വാക്യനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു. അതേ സ്ത്രീ തന്നെ കാനായിലെ കല്യാണ വീട്ടിൽ വലിയൊരു സന്ദേശം നൽകുകയാണ് മനുഷ്യകുലത്തിന്. നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറായിക്കൊള്ളൂ. ഇതാ തൻ്റെ പ്രിയപുത്രനോട് ആ സ്ത്രീ പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശു മനുഷ്യകുലത്തോട് മുഴുവൻ പറയുകയാണ്, മാറണം. ഈ പച്ചവെള്ളം വീര്യമുള്ള വീഞ്ഞായി മാറിയതുപോലെ നിങ്ങളെല്ലാവരും മാറണം. മാറാനുള്ള സമയമായി. അവിടെ പരിശുദ്ധ അമ്മയുടെ പ്രേരണ പ്രകാരമാണ് ഈശോ ആ മാറ്റത്തിൻ്റെ ആ അത്ഭുതം പ്രവർത്തിച്ചത്. അതേ സ്ത്രീയോട് കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയുകയാണ്, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മക്കൾ. ഈ ലോകത്തുള്ളവരെല്ലാം നിന്റെ മക്കളാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നമ്മളോട് എല്ലാവരോടും പറയാണ്, ഇതാ നിന്റെ അമ്മ. ഉൽപ്പത്തിയിൽ നിന്നും സ്ത്രീയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അതേ സ്ത്രീ നമ്മുടെ അമ്മയായി മാറി. ആ അമ്മയുടെ കൈകൾ പിടിച്ചാണ് നമ്മൾ മാറ്റത്തിനൊരുങ്ങുന്നത്. ആദ്യം മുതലേയുള്ള സന്ദേശം അതാണ്. ദൈവം പറയുന്നു മാറണം. മറിയത്തോട് പറഞ്ഞു, മറിയം മാറി. കാനായിലെ അത്ഭുതത്തിൽ മറിയമാണ് പ്രേരിപ്പിക്കുന്നത് യേശുവിനെ. അപ്പോൾ മാറ്റത്തിൻ്റെ ആ സന്ദേശം നമുക്ക് ലഭിച്ചു. ആ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ സ്ത്രീയെയാണ് നമുക്ക് അമ്മയായി തന്നത്. ആ അമ്മയുടെ കൈകൾ പിടിച്ചാണ് നമ്മൾ മാറാൻ ഒരുങ്ങുന്നത്. ഇന്നു മുതൽ, ഈ ക്രിസ്മസ് മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളാൽ എല്ലാവരും വിശുദ്ധരും ഒന്നും ആകില്ല. നമുക്കറിയാം, 20 ദിവ്യരഹസ്യങ്ങളിലൂടെ 20 കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. ഈ 20ഉം ഒരുമിച്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഈ ക്രിസ്മസിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് 20 സമ്മാനമൊന്നും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 5 4 ചിലപ്പോൾ 1 പറ്റിയുള്ളൂ. മതി, അത് മതി.
ഉണ്ണിയേശുവിന് നമ്മൾ കൊടുത്ത സമ്മാനം ചിലപ്പോൾ ഒരെണ്ണമായിരിക്കാം, പക്ഷെ വിലയുള്ളതാണ്. അങ്ങനെ പതുക്കെ പതുക്കെ 1 2 ആകും, 2 3 ആകും, 4 ആകും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടാകും. പതുക്കെ പതുക്കെ ഓരോ കാര്യവും പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഈശോയോട് പറയണം, എനിക്ക് മാറ്റം വേണം. അങ്ങ് പഠിപ്പിച്ചതും അത് തന്നെയാണ്, പരിശുദ്ധമ്മ പ്രേരിപ്പിക്കുന്നതും അത് തന്നെയാണ്. ആ മാറ്റം വേണം. നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്കൊരു സമയം, ഒരു ആയുസ് ദൈവം തന്നിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾ. അതിനുള്ളിൽ നമ്മൾ മാറണം. അതിനുള്ളിൽ മാറിയേ തീരൂ. അത് എത്ര വർഷമാണ് നമുക്ക് തന്നെ അറിയില്ല, എത്ര വർഷമാണ് നമ്മുടെ ആയുസ് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഒന്നറിയാം, ഇന്ന് ഞാനിത് ആരംഭിക്കണം എന്നെനിക്കറിയാം. നമ്മൾ ആരംഭിച്ചാൽ മതി. മാറ്റത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, മാറ്റത്തിന് വേണ്ടിയുള്ളൊരു മനോഭാവം നമ്മളിൽ കടന്നു വരുമ്പോൾ, അവിടെയാണ് ദൈവാനുഗ്രഹം. എത്ര മാറി എന്നൊന്നുമല്ല, മാറാൻ തയ്യാറാണ്. അതാ നമ്മള് ആ ധനവാനും ലാസറിന്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ധനവാൻ എന്തായിരുന്നു ദൈവം ഏൽപ്പിച്ചിരുന്ന ജോലി? ആ ലാസറിന് കുറച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമാണ്. അത് അദ്ദേഹത്തിന് നടന്നില്ല. എന്നാൽ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയാണ്, തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ലാസറിനെ വിടണം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് കർത്താവ് തന്ന വിശുദ്ധിയിലേക്ക് മാറാൻ. നമ്മളെല്ലാവരും വിശുദ്ധരാകാനാണ്. എന്താണ് വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവായി മാറുക എന്നുള്ളതാണ്. അതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമൊന്നുമല്ല. കാരണം അനേകം വിശുദ്ധരുടെ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ലോകം മുഴുവൻ അനേകം വിശുദ്ധർ, അവരെല്ലാവരും യേശുവായി മാറാൻ ശ്രമിച്ചവരാണ്. നമുക്കറിയാം താലന്തിന്റെ ഉപമ. താലന്തിന്റെ ഉപമയിൽ 3 പേർക്കാണ് താലന്ത് കൊടുക്കുന്നത്. അതിൽ 2 പേർ വിജയിച്ചു, ഒരാൾ പരാജയപ്പെട്ടു. അപ്പോൾ യേശു പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് സാധിക്കും, ഞാൻ പറഞ്ഞ വചനമനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് യേശു പറയുന്നത്. 3-ൽ 2 പേർ വിജയിച്ചു. ഒരാൾ മാറാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും, ഉറപ്പാണ്. ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത പലർക്കും ഒരു നല്ല രീതിയിൽ ഇന്ന് സമ്മാനം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മനോഭാവം അതാണ് നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുന്നത്. നമ്മുടെ മനോഭാവം. ആഗ്രഹമുണ്ടോ? ഇനിയും ദിവസങ്ങൾ, നാളെ തുടങ്ങി നമുക്ക് തുടങ്ങാം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഉദാഹരണം പറയുകയാണ്, എളിമപ്പെടാൻ ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് ആഗ്രഹമുണ്ട് എളിമപ്പെടാൻ, പക്ഷെ പറ്റുന്നില്ല, നീ എന്നെ സഹായിക്കണം. അവിടെ ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടാകും. ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, ഈശോയോട് പറയണം, പരിശുദ്ധ അമ്മയുടെ കൈകൾ പിടിക്കണം. അവിടെ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ 24 മണിക്കൂറുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. കുറച്ചു നേരമെങ്കിലും നമ്മൾ ആരാണ്, നമ്മൾ എവിടെ എത്തേണ്ടവരാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ, നമുക്കറിയില്ല എത്ര വർഷമാണെന്ന്. അതുകൊണ്ട് എന്ത് വേണം? ഇപ്പോൾ തന്നെ നമ്മൾ ആരംഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും പല ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചെറിയൊരു ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ആവശ്യത്തിൻ്റെ പുറകെ നടന്ന് പ്രാർത്ഥിക്കാതെ ഒരു ചെറിയ, നമുക്ക് മാറ്റവും നടക്കും, നമ്മുടെ ആവശ്യവും നടക്കും. അതിനെന്ത് വേണം? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക്
ഒരു ജോലിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ജോലി ആവശ്യമുണ്ടായേക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അയാൾ ആദ്യം അയാൾക്കുള്ള കുറവുകൾ അയാളൊന്ന് പരിശോധിക്കുക. ചില കുറവുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എളിമപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കും. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി: കർത്താവേ, ഞാൻ എളിമപ്പെടാൻ ആഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കിട്ടുന്ന അവസരങ്ങളെല്ലാം എങ്ങനെ എളിമപ്പെടാൻ സാധിക്കും എന്നൊന്ന് പരിശ്രമിച്ചു നോക്കുക. ആ എളിമ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി നമുക്ക് അനുഗ്രഹമായി കിട്ടും. ഞാനിപ്പോൾ ഇത് പറഞ്ഞത്, നമ്മൾ മിക്കവാറും ജോലിക്ക് വേണ്ടി ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. ജോലിക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ജോലിക്ക് വേണ്ടി ജപമാലയിൽ ചൊല്ലും, ജോലിക്ക് വേണ്ടി നമ്മൾ നൊവേനയിൽ പങ്കെടുക്കും. എന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. കർത്താവിനോട് ഓപ്പണായിട്ട് പറയാം: കർത്താവ്, എളിമപ്പെടണം. ഞാൻ എളിമപ്പെട്ടാൽ നീ എനിക്ക് ജോലി തരുമോ? ചോദിക്കാം കർത്താവിനോട്. എന്നിട്ട് അതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ അപ്പൊ എത്രയും വേഗം എളിമപ്പെട്ടാൽ എത്രയും വേഗം ജോലി. ഇത് നമ്മൾ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാനല്ല, നമ്മളിൽ ഒരു മാറ്റം വരാൻ ആ ജോലി ഒരു കാരണമാകുകയാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറിയത് അനേകം സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ രോഗമൊക്കെ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കും. നമുക്ക് എന്താണ് കുറവ്? ചിലപ്പോൾ ദേഷ്യം കയറുന്ന ഒരു സ്വഭാവം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. അപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക: ഇപ്പൊ രോഗം ഉണ്ട് കർത്താവേ, പക്ഷേ ഞാൻ എൻ്റെ പോരായിക തിരിച്ചറിഞ്ഞു, ഞാൻ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുക. വലിയ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുപോലെ സ്നേഹം. ചിലപ്പോൾ നമ്മ ഒരു പരീക്ഷയിൽ പങ്കെടുക്കാൻ പോകുന്നു, ഏറ്റവും ഭംഗിയായിട്ട് എഴുതണം. പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. പരിശുദ്ധാത്മാവിനൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം പരിശുദ്ധാത്മാവ് എന്നെ സ്നേഹം കൊണ്ട് നിറക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്കുള്ള വലിയ മാറ്റങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കുകയും ചെയ്യും. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക മേഖലയിൽ ദൈവത്തിന് വലിയ ഇടപെടൽ ഉണ്ടാകും. അപ്പോൾ ഭൗതിക മേഖലയിലെ ഇടപെടൽ അതിനുവേണ്ടി മാത്രം നോക്കിയിരിക്കാതെ നമ്മളുടെ ഹോംവർക്ക്, നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുമ്പോൾ ഭൗതിക മേഖലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എന്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ചിലവർക്ക് തോന്നി നല്ല കാര്യമാണ്, കേട്ടതൊക്കെ കൊള്ളാം. ചിലവർക്ക് തോന്നി ഇതൊക്കെ നടക്കുമോ, അങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊന്ന് ഷെയർ ചെയ്യും. ഒരു പ്രാവശ്യം ഇതൊന്ന് കേൾക്കാൻ അവരോട് ആവശ്യപ്പെടുക. ഏതെങ്കിലും ഒരു മെസ്സേജെങ്കിലും അവർക്ക് ഉള്ളിലേക്ക് ചെല്ലും. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ നമ്മളും ഇത് സ്ഥിരമായി പ്രാർത്ഥിക്കുക. ഓരോ രഹസ്യവും എടുക്കുമ്പോഴും നമ്മൾ നമുക്ക് വരുത്തേണ്ട മാറ്റം പരിശുദ്ധ അമ്മയോട് ഏറ്റുപറയുക, പരിശുദ്ധ അമ്മയുടെ സഹായം തേടുക. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഇതെങ്ങനെ ചൊല്ലാം? എല്ലാ ദിവസവും നമുക്കിതെങ്ങനെ ചൊല്ലാം? അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ 21 ദിവസം സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ചൊല്ലുക. 21 ദിവസം, എല്ലാ ദിവസവും 21 ദിവസവും സന്തോഷത്തിന്റെ ദിവ്യരഹസ്യം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ പറയണം. നമുക്ക് വേണ്ടി വ്യക്തിപരമായി ഉള്ള പ്രാർത്ഥന, ജപമാല 21 ദിവസം സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ ഏറ്റുചൊല്ലുക. അപ്പം നമ്മൾ ആ പ്രാർത്ഥനയെല്ലാം അതിൻ്റെ കൂടെ ചൊല്ലുക. നമ്മുടെ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുക 21 ദിവസം. അടുത്ത 21 ദിവസം പ്രകാശത്തിന് ചൊല്ലുക.
അത് കഴിയുമ്പോൾ നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലുന്നു 21 ദിവസം. ഏറ്റവും ലാസ്റ്റ് മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ 21 ദിവസം. അപ്പോൾ നമ്മൾ ടോട്ടൽ 84 ദിവസം. ഏറ്റവും ആദ്യമായിട്ട് നമ്മളിത് ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്. ഇടയ്ക്ക് ഒരു ദിവസം നമ്മളിപ്പോൾ വിട്ടുപോയി എന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല. 21 ദിവസം എന്നാലും കഴിയുന്നതും മുടക്കാതെ ചൊല്ലുക. അങ്ങനെ 84 ദിവസം നമ്മൾ ഇത് ആദ്യമായിട്ട് ചൊല്ലുമ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ സൗകര്യം പോലെ ഏത് രഹസ്യവും പലപ്പോഴും മാറി മാറി, കുടുംബ പ്രാർത്ഥനയിലും രഹസ്യം, അങ്ങനെ വ്യക്തിപര പ്രാർത്ഥനയിലൊക്കെ മാറി മാറി ചൊല്ലുക. കുടുംബത്തിലും ഇതുപോലെ നമ്മൾ രഹസ്യം ധ്യാനിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന കൂടി ചൊല്ലുന്നതല്ലാണ് എല്ലാവർക്കും ആ ഒരു ബോധ്യം ലഭിക്കും. ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഇത് പ്രാർത്ഥിക്കാൻ സാധിക്കും? ഇപ്പോൾ ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് ചില കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹം അറിയണമെന്നില്ല, നമ്മൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ സുഹൃത്തിനെ സമർപ്പിക്കുക. സുഹൃത്തിൽ വരേണ്ടതായ മാറ്റങ്ങളൊക്കെ നമ്മൾ സമർപ്പിച്ചാണ് പറഞ്ഞത്. ആദ്യത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം, 3-ാം ദിവസം. 2-ാം ദിവസം നമ്മൾ പ്രകാശം, 3-ാം ദിവസം ദുഃഖം, 4-ാം ദിവസം മഹിമ. അതിന് വീണ്ടും നമ്മൾ 1, 2, 3, 4 സന്തോഷം, പ്രകാശം, ദുഃഖം, അങ്ങനെ പോകുന്നു. അങ്ങനെ 7 പ്രാവശ്യം ചെയ്യും. അപ്പോൾ 28 ദിവസം. അപ്പോൾ ഒരു വ്യക്തിയിൽ വലിയ മാറ്റമുണ്ടാകാൻ വേണ്ടി മാറി നിന്നുകൊണ്ട്, അദ്ദേഹം ഒന്നും അറിയുന്നില്ല, മാറി നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ജപമാലയിൽ സമർപ്പിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കുന്നു, എല്ലാത്തിനും നമ്മൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. കാരണം അദ്ദേഹത്തിനെ നമ്മൾ ദത്തെടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊരു ഫാമിലിനെ ദത്തെടുക്കാം. അവരെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വരേണ്ട മാറ്റങ്ങൾ, അവരിലേക്ക് സന്തോഷത്തിൻ്റെ 1-ാം തീയതി നമുക്കറിയാം, അമ്മേ മാതാവേ, അമ്മയെ ഞങ്ങളുടെ സ്വന്തം അമ്മയായി ഏറ്റെടുത്തുകൊണ്ട് അമ്മയും മക്കളുമായി ജീവിക്കാനുള്ള കൃപയ്ക്കായി. അപ്പം അതൊക്കെ ആ കുടുംബത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം. എളിമ നിറയാൻ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, അവർക്ക് ഭൗതികമായ ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേപ്പുണ്ടാകാം. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അതിങ്ങനെ തുടർന്ന് പോവാം. ആദ്യം 4 അങ്ങനെ 7 പ്രാവശ്യം. അപ്പോൾ 28 ദിവസം. അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതായാലും നമ്മൾ ഇന്ന് വലിയൊരു സമ്മാനം, നമ്മളെ കൊണ്ട് പറ്റാവുന്ന സമ്മാനമൊക്കെ ഉണ്ണീശോയ്ക്ക് കൊടുത്ത് ഇനി ഇതിലും വലുത് നമുക്ക് കൊടുക്കും. അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ വലിയ ബോധ്യങ്ങൾ ലഭിക്കും. എനിക്ക് ഇതിലും നല്ല സമ്മാനം എൻ്റെ ഉണ്ണീശോന് കൊടുക്കണം, അമ്മേ മാതാവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഈ 24 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത അനേകരുണ്ട്. അവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം ഇതാണ്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ അവർ പരിശ്രമിച്ചു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ പരിശ്രമിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടായി, ഉണ്ണീശോന് സന്തോഷമുണ്ടായി, സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്നു. ഇനിയും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ ആകട്ടെ. ഇതേപോലെ തന്നെ പോകുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 24 ദിവസവും പങ്കെടുത്തവർ, അവരുടെ കുടുംബങ്ങളെല്ലാം, അവരിലേക്ക് വലിയ ദൈവാനുഗ്രഹങ്ങൾ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് ക്രിസ്മസ് ദിനമാണ്, ഉണ്ണീശോന്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ഉണ്ണീശോയെ വാഴ്ത്തി നമുക്ക് പാടാം. ഉണ്ണീശോയോട് ചേർന്ന് ആ ഉണ്ണീശോന്റെ കൈകളിലൊക്കെ എടുത്ത് സന്തോഷത്തോടെ ആ ബെത്ലഹേമിൽ, ആ പുൽക്കൂടിനരികിൽ നമ്മളെല്ലാവരും നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. നമുക്ക് ഉണ്ണീശോയെ ആ മാലാഖമാര് വാഴ്ത്തിപ്പാടിയതുപോലെ നമുക്ക് വാഴ്ത്തിപ്പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Gloria, Gloria, Gloria in excelsis Deo.
ദൈവദൂതഗണങ്ങൾ ഭൂമിയിൽ പറന്നിറങ്ങി പൈതലമുണ്ണിയെ വാഴ്ത്താൻ അണിയണിയായി നിരന്നു. ദൈവദൂതഗണങ്ങൾ ഭൂമിയിൽ പറന്നിറങ്ങി പൈതലമുണ്ണിയെ വാഴ്ത്താൻ അണിയണിയായി നിരന്നു. ഗ്ലോറിയ 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 ഇൻ എക്സൽസിസ് ദേവോ. ഗ്ലോറിയ 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 ഇൻ എക്സൽസിസ് ദേവോ. തിങ്ങുമി മഞ്ഞു പെയ്യും രാവിൽ ഈ പുൽക്കുടിൽ നാദനായി ഒരുങ്ങിടുന്ന നേരം ഹൃത്തിനുള്ളിൽ വാഴാൻ ഒരുങ്ങിടേണം നമ്മൾ. ഉണ്ണി ഈശോയെ വരവേറ്റിടാൻ. ഗ്ലോറിയ 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 ഇൻ എക്സൽസിസ് ദേവോ. ഗ്ലോറിയ 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 ഇൻ എക്സൽസിസ് ദേവോ. രക്ഷകൻ ഭൂമിയിൽ ജാതനായ നിമിഷം ഈ മണ്ണിനും വിണ്ണിനും കുളിരേകിടുന്ന നിമിഷം. ദിവ്യകാരുണ്യമാ എൻ്റെ ഉള്ളിൽ വന്ന ഉണ്ണി ഈശോയെ വാഴ്ത്തിപ്പാടാം. ഗ്ലോറിയ 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 ഇൻ എക്സൽസിസ് ദേവോ. ഗ്ലോറിയ 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 ഇൻ എക്സൽസിസ് ദേവോ. ദൈവദൂതഗണങ്ങൾ ഭൂമിയിൽ പറന്നിറങ്ങി പൈതലമുണ്ണിയെ വാഴ്ത്താൻ അണിയണിയായി നിരന്നു. ദൈവദൂതഗണങ്ങൾ ഭൂമിയിൽ പറന്നിറങ്ങി പൈതലമുണ്ണിയെ വാഴ്ത്താൻ അണിയണിയായി നിരന്നു.